പ്രൈസ് ദി ലോർഡ്. ഈ സമയത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. നമുക്കറിയാവുന്നതുപോലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബൈബിൾ സ്റ്റഡി പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. IPC ഫുൾ ഗോസ്പൽ ചർച്ച് അതിനുവേണ്ടി മുൻകൈ എടുത്തതിൽ ഞാൻ കർത്താവിന് സ്തോത്രം കരയേറ്റുകയും നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പലർക്കും എന്നെ നേരത്തെ തൊട്ട് പരിചയമുള്ളവരുണ്ട്. അവരെല്ലാം ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇങ്ങനൊരു സന്ദർഭം, വചനം പഠിക്കാനുള്ള സന്ദർഭം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ എന്ത് വിഷയം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നതായ വിഷയം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കർത്താവിൻ്റെ വരവും സഭയുടെ അഥവാ ദൈവജനത്തിൻ്റെ ഒരുക്കവും എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എന്നാൽ അതേപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് അതിനുവേണ്ടി ഒരുങ്ങുന്നതായ അല്ലെങ്കിൽ സഭയെ ഒരുക്കുക എന്നുള്ളത് അതേപോലെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമായി നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ, പ്രത്യേകിച്ച് 25-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഒരു വാക്യം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. പക്ഷെ അതൊരു ബുദ്ധിപരമായ പഠനമായി പോകരുത്. ഒരുക്കത്തിന് വേണ്ടിയാണ്. ഒരുങ്ങിയിരുന്നവരാണ് ദൈവ രാജ്യത്തിലേക്ക് അഥവാ യേശുവിനോട് കൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നത്. ഒരുക്കം എത്ര അത്യാവശ്യമാണ് എന്ന് നമ്മൾ ഇവിടെ കാണുന്നു. ഒരുക്കം. ദേവദാസൻ ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന, കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. സഭ പറയാണ്, ആമേൻ കർത്താവേ വേഗം വരണമേ, വരണമേ. ആമേൻ കർത്താവേ വരണമേ. കർത്താവെ വരണമേ എന്ന് പറയണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ അത് പറയാനായിട്ട് കഴിയത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരുക്കം അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ അറിയണം. 2, ദൈവജനത്തിൻ്റെ ഒരുക്കം അത് നമ്മൾ പഠിക്കണം. ഈ 2 കാര്യങ്ങളും അത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. നമ്മൾ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ്, അതിന് സംശയമൊന്നുമില്ല. ഞാൻ തെസ്സലോനിക്ക ലേഖനം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു ലേഖനമാണ് പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയതായ ലേഖനം. അവിടെ ഈ ദൈവവചനം അവരുടെ അടുക്കലേക്ക് ചെന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പൗലോസ് പറയുന്നതായ ചില വേദഭാഗങ്ങളുണ്ട്. ഈ ദൈവവചനം പൗലോസ് പറയുന്നത് അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ, 1-ാം അധ്യായത്തിന് 4 മുതലുള്ള വാക്യങ്ങൾ, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ഈ വാക്യം ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണ്. ഇപ്പോൾ ഈ വലിയ ഉണർവുകാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവിടെ ഉണർവ് തുടങ്ങി, ഇനി അത് കർത്താവ് വരുന്നത് വരെ തുടരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടക്കുന്ന ആൾക്കാർ. നിങ്ങളിതൊന്നും കേട്ട് വെരുളേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എന്നാൽ അവർ പറയുന്ന എടുക്കുന്ന ഒരു വചനമോ ഒരു വാക്യമോ ഇത് എന്നറിയാമോ?
അവിടെ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ സുവിശേഷം വചനമായി അല്ല. അതുകൊണ്ട് വചനമല്ല പ്രധാനം എന്നൊക്കെ പറയുന്ന പാർട്ടികളുണ്ട്. വചനമല്ല വേണ്ടത്, ശക്തിയാണ് വേണ്ടത്. എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ വചനമായി എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരമായി എന്ന അർത്ഥത്തിലാണ്. ഞങ്ങളുടെ സുവിശേഷം നിങ്ങളുടെ അടുക്കൽ വന്നത് വെറും അക്ഷരമായിട്ടല്ലെന്നാണ് പറയുന്നത്. അല്ലാതെ ഈ വചനവുമായിട്ടല്ലെന്ന, ഈ വചനത്തിലൂടെ ഉള്ളൂ സുവിശേഷം, അല്ലാതെ വേറെ സുവിശേഷമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, അത് ഇംഗ്ലീഷിൽ കറക്റ്റാണ്. ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത് that our gospel came not unto you in word. വേർഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ വേർഡ് അല്ല, വേർഡ്, അക്ഷരങ്ങളായിട്ടല്ല നിങ്ങളുടെ അടുക്കൽ ഞങ്ങളുടെ വചനം വന്നത്, ഞങ്ങളുടെ സുവിശേഷം വന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനം വെറും അക്ഷരമല്ല. അവിടെ എന്തുണ്ട്? അവിടെ ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത് എന്ന് തന്നെയല്ല, ഈ വചനം കേട്ടപ്പോൾ നിങ്ങൾക്കത് ഉള്ളിൽ, അതാണ് അവർ സുവിശേഷം ചെന്നത് വചനവുമായിട്ടാണ്, വചനമായിട്ടാണ് സുവിശേഷം ചെന്നത്. നിങ്ങളും കേട്ട് കാണും ചിലപ്പോൾ ഈ വാക്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ കാലയളവിൽ പ്രസംഗങ്ങളിലൊക്കെ ഈ ദുരുപദേശം പഠിപ്പിക്കുന്നതിനെതിരായിട്ട് സംസാരിച്ചാലേ പറ്റൂ, അല്ലാതെ എവിടുന്നാണ് ഇത് പഠിക്കുന്നത്? പണ്ട് കാലത്ത് നമ്മുടെ വല്യപ്പച്ചന്മാരൊക്കെ, ഞാൻ 50 വർഷം മുമ്പാണ് രക്ഷിക്കപ്പെടുന്നത്. 50 വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ അന്ന് നമ്മുടെ ചർച്ചസിലൊക്കെ ബൈബിൾ ടീച്ചേഴ്സാണ് കൂടുതൽ. നമ്മുടെ സഭയിലെ പാസ്റ്റർമാരൊക്കെ ദൈവവചനം പഠിപ്പിക്കുന്നവരായിരുന്നു. അങ്ങനെ ഒരു ബൈബിൾ ടീച്ചറിൻ്റെ വചനം മുഖേനയാണ് ഞാനും രക്ഷിക്കപ്പെട്ടു വന്നത്. അതിനുശേഷം എന്നെ വളർത്തിയത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവങ്ങളും കൂടെ ചേർത്ത് പറയുന്നതാണല്ലോ ഇതിനകത്തെ ഒരു കാര്യം. എൻ്റെ വീട്ടിൽ 3 യുവാക്കൾ ആദ്യമായിട്ട് സുവിശേഷവുമായിട്ട് വന്നു. ഫസ്റ്റ് ടൈം എൻ്റെ വീട്ടിൽ സുവിശേഷവുമായിട്ട് അവർ വരിക. ഞാൻ അടിസ്ഥാനപരമായി നമ്മളെ ഭാഷ പറഞ്ഞാൽ എന്തുവാ, ഒരു മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ജീവിച്ച ഒരാളാണ്. പശ്ചാത്തലത്തിനൊന്നും ഒരു കുഴപ്പമില്ല. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ഭാര്യ ജനിച്ച വീട്ടിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. കാര്യം എൻ്റെ വല്യപ്പച്ചൻ്റെ പെങ്ങളാണ് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ഭാര്യ. അങ്ങനെ ഒരു കുടുംബത്തിൽ വളർന്നതാണ് ഞാൻ. അപ്പോൾ ഇപ്പോഴും ആ വീടുണ്ട് കേട്ടോ, പഴയ വീട്ടിലെ. ഞാൻ ഇപ്പോഴും അവിടെ ആ മുറിയൊക്കെ, കൊച്ചുകുഞ്ഞിയുടെ ഭാര്യ ജനിച്ച മുറിയൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. ആർക്കെങ്കിലും ഒന്ന് കാണണമെങ്കിൽ കാണാം. ഞാൻ പറഞ്ഞതാ. അതുകൊണ്ട് ഇതൊന്നുമല്ല, ഒരു പാരമ്പര്യം പറയാനാണെങ്കിലുള്ള ഒരു വീട്ടിൽ ജനിച്ചു. പക്ഷെ ഈ 3 പേര്, അവർ രണ്ടുപേര് ബൈബിൾ സ്കൂളിൽ പഠിച്ചവരാ, ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാ. അവരെ ബൈബിൾ പഠിപ്പിച്ച പാസ്റ്റർ TC ഈശോ എല്ലാ വെള്ളിയാഴ്ചകളിലും അവിടുന്ന് 2 പിള്ളേരെ ബൈബിൾ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് അവിടെയുള്ള വീടുകളൊക്കെ കയറി ഇറങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരാളുടെ വന്നു. അത് വന്നത് കുവൈറ്റിൽ ദീർഘവർഷങ്ങളുണ്ടായിരുന്ന ഷൈജാൻ അന്ന് എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് അവിടെ വെച്ച് കർത്താവിനെ അറിഞ്ഞ് വന്നതാണ്. ഇവർ 3 പേരും കൂടെ എൻ്റെ വീട്ടിൽ ആദ്യം സുവിശേഷമായിട്ട് വന്നത്. അവരെന്നോട് പറഞ്ഞു, വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ട്, ഞങ്ങൾ പെന്തിക്കോസുകാരാണെന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും പെന്തിക്കോസുകാരാണെന്ന് അറിയത്തില്ലായിരുന്നു. കാര്യം കുളിയന്നൂർ ഞങ്ങളുടെ നാട്ടിൽ പെന്തിക്കോസുകാരില്ലായിരുന്നു, ബ്രദറുകാർ കുറച്ച് പേരുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ എന്ത് ചെയ്തു, ഒരു ക്യൂരിയോസിറ്റി എന്ന നിലയിൽ, അല്ലാതെ വേറെ ഒന്നുമില്ല, എന്തോടെ ഇവർ ഈ പറയുന്നതെന്നൊന്ന് അറിയാമെന്ന് ചിന്തിച്ച് അവിടുത്തെ യോഗത്തിന് പോയി. യോഗത്തിന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയൊന്നും സഭയൊന്നുമില്ല. അവിടുത്തെ ഞങ്ങളുടെ പാസ്റ്ററുടെ വീട്, അതിൻ്റെ വരാന്തയിലാണ് യോഗം. എല്ലാവരും താഴെ ഇരിക്കുന്നത്, ആർക്കും ഇരിക്കാൻ കസേരയൊന്നുമില്ല. പാസ്റ്ററും കസേര ഇല്ലാഞ്ഞിട്ടല്ല, അദ്ദേഹവും താഴെയായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നപ്പം അകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയപ്പോൾ, മുട്ടുമടക്കി ചുറ്റുപാടും നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവരൊക്കെ ദൈവത്തിൻ്റെ, ഐ ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ഇൻ ദാറ്റ് പ്ലേസ്.
ദൈവ സാന്നിധ്യം അതങ്ങ് ഭയങ്കരമായിട്ട്. അവരെല്ലാം ഞാൻ നോക്കിയപ്പോൾ അവരെല്ലാം ഭയങ്കര വിശുദ്ധന്മാരാണെന്ന് എനിക്ക് തോന്നി. അതാണ് സത്യം. ഞാൻ എന്നെ നോക്കിയപ്പോൾ ഞാനൊരു മഹാപാപിയുമാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുറത്തു പോയി. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ കയറി നിന്ന് മാറത്തടിച്ച് കരയാൻ തുടങ്ങി. ദൈവമേ, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞു. ആരും പ്രസംഗിച്ചിട്ടൊന്നുമല്ല. ദൈവാത്മാവ് എന്നെ പാപബോധത്തിലേക്ക് നടത്തി. അങ്ങനെ പാപബോധത്തോടുകൂടെ കരഞ്ഞ് പിന്നെ ഞാൻ കണ്ണുനീരൊക്കെ തുടച്ച് പിന്നെ അകത്ത് കയറിയിരുന്നു. പാസ്റ്റർ TC ഈശോ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് പോരാൻ നേരം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്നാ ഇത്രയും വലിയ സന്തോഷം, എനിക്ക് എന്നാ സന്തോഷമില്ലാത്ത? അപ്പോൾ ഷൈജാനും ഒക്കെ ഉണ്ട്. അവരെന്നോട് പറഞ്ഞു, മോനെ, ഞങ്ങൾ നിൻ്റെ വീട്ടിൽ വന്നപ്പം നീ എന്തുമാത്രം പുസ്തകങ്ങളാണ് വായിക്കുന്നത്. ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. നീ ബൈബിൾ അതേ സീലോടുകൂടെ വായിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അങ്ങനെയില്ല. എന്നാൽ നീ ബൈബിൾ വായിര്, നിനക്ക് ഈ സന്തോഷം കിട്ടും. ഞാൻ വീട്ടിൽ മടങ്ങി വന്ന് വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. ഒരധ്യായം 2 അധ്യായം ഒന്നുമല്ല, ഓൾമോസ്റ്റ് രാത്രിയും പകലും ഞാൻ വായിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ പേടിച്ചു പോയി. എനിക്ക് ഭ്രാന്ത് പിടിച്ചെന്ന്. കാര്യം 12 വയസ്സുള്ള ഒരു ചെറുക്കൻ 24 മണിക്കൂറും വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചിന്തിക്കുന്നത്? പക്ഷേ ഒരു 3-4 മാസം കൊണ്ട് ഞാൻ ഓൾമോസ്റ്റ് വേദപുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വായിച്ചു. അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് ഇടപെട്ടു. അങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. വചനമാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. ആ വചനമാണ് എന്നെ ഞാനാക്കിയത്. അതുകൊണ്ട് ഈ വചനത്തോടുള്ള താല്പര്യം അന്ന് തുടങ്ങിയത്, 50 വർഷം മുമ്പ് തുടങ്ങിയ ഇന്ന് വരെ എനിക്ക് ഈ വചനത്തോടൊരു മടുപ്പുണ്ടായിട്ടില്ല. ഐ എം ഓൾവേസ് റീഡിങ് ബൈബിൾ, അണ്ടർസ്റ്റാൻഡിങ് ബൈബിൾ, മെഡിറ്റേറ്റിംഗ് ദ സ്ക്രിപ്ചർ, മെമ്മറൈസ് ദ സ്ക്രിപ്ചേഴ്സ്. ആൻഡ് ഓഫ് കോഴ്സ് അങ്ങനെ ആ ദൈവ വചന പഠനം എന്നെ രൂപാന്തരപ്പെടുത്തി. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്, മറ്റൊന്നിനുമല്ല. ഈ വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. പാട്ട് നല്ലതാ, പ്രാർത്ഥന നല്ലതാ, ഇതെല്ലാം വളരെ നല്ലതാ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് പാട്ടൊന്നുമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആഫ്രിക്കക്കാർക്കൊക്കെ എന്തുമാത്രം രൂപാന്തരം വന്നേനെ. ഞാനിപ്പോൾ ആഫ്രിക്കയിലാണെന്ന് നിങ്ങൾക്കറിയാം. അവർക്ക് രൂപാന്തരം ഉണ്ടാകാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, അവിടെ വചനം അവർക്ക് നൽകാൻ ആൾക്കാരില്ല. അതിനാ കർത്താവ് എന്നെ അങ്ങോട്ട് വിട്ടത്. 15 വർഷം മുമ്പ് ഞാൻ മൊസാമ്പിക്കിലാണ് ആദ്യം ചെല്ലുന്നത്. അന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഞാനിവിടെ എന്താ ചെയ്യണ്ടേ? എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ പോയതാണ് ഞാൻ. ആഫ്രിക്കക്കാരനായ ഒരാളെ പോലും പരിചയമില്ലാതെ കർത്താവ് എന്നോട് ആഫ്രിക്കയ്ക്ക്, ഞാൻ ഒറീസയിൽ നമുക്ക് ജീസസ് മിഷൻ്റെ പ്രവർത്തനങ്ങൾ 30 വർഷമായിട്ട് ജീസസ് മിഷൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ ഒറീസയിൽ നമുക്കൊരു ചർച്ചുണ്ട്. കർത്താവ് എന്നോട് ചിലപ്പോൾ കർത്താവ് പറയും, നീ പോയിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഹിമാചലിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒറീസയിൽ നമ്മുടെ ചർച്ച്, അന്ന് അവിടെ കറണ്ടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, ആ പാഴ്സനേജിൽ പോയി താമസിച്ചു. അവർ തന്നെ വിഷമിച്ചു. കാര്യം ഞാൻ പറഞ്ഞു 2 മാസത്തേക്ക് ഞാൻ വന്നതെന്ന്. കാര്യം 2 മാസം എന്നെ എങ്ങനെ പ്രോഗ്രാം ഉണ്ടാക്കി തരുമെന്നൊക്കെ അവർ ചിന്തിച്ചു. ഞാൻ പ്രോഗ്രാമിനൊന്നും വന്നതല്ല, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ്. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, നീ ആഫ്രിക്കയ്ക്ക് പോകാൻ. അത് കേട്ട് ഞാൻ ഡോക്ടർ സിനി, എൻ്റെ ഫ്രണ്ട്, എൻ്റെ ജെസിയുടെ കസിന, എൻ്റെ വൈഫിൻ്റെ കസിന, സിനിയോട് ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെയാണ് ആഫ്രിക്കയ്ക്ക് വിസ കിട്ടുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊരു ആഫ്രിക്കൻ കമ്പനിക്ക്, ഒരു ഫ്രഞ്ച് കമ്പനിക്ക് ആഫ്രിക്കയിൽ കൺസൾട്ടൻസി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ അവരുടെ കമ്പനിയുടെ വിസ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആഫ്രിക്കയിൽ പോകുന്നത്. എനിക്കൊരാളെ അറിയത്തില്ല, സിനിക്കും അറിയില്ല. കാര്യം സിനി അവിടെ ജോലിക്കാരനൊന്നുമല്ല, സിനിയുടെ കൺസൾട്ടൻസി കൊടുക്കുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ട്രാക്റ്റൊക്കെ കൊടുത്തു തുടങ്ങി. ട്രാക്റ്റ് വിടുന്ന വലിയ തമാശയാണ്. ട്രാക്റ്റ് പോർച്ചുഗീസേ അവർക്ക് അറിയത്തുള്ളൂ. എനിക്കാണെങ്കിൽ പോർച്ചുഗീസ് ഒരു വക അറിയത്തുമില്ല. അവർക്കാണെങ്കിൽ പോർച്ചുഗീസ് വാട്ടർ എന്ന് പറഞ്ഞാൽ അറിയത്തില്ല അവർക്ക്. പിന്നെ ബാക്കിയുള്ള കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ്, ഞാനെങ്ങനെ ഇവർക്ക് ട്രാക്റ്റ് കൊടുക്കുന്നത്? എനിക്ക് ആരെയും അറിയത്തില്ല, ഒരു വ്യക്തിയെപ്പോലും അറിയത്തില്ല, ഇവിടെ ട്രാക്റ്റ് കിട്ടുമെന്ന് അറിയത്തില്ല, ഒരു പാസ്റ്ററേയും പരിചയമില്ല, ആരും എന്നെ വിളിച്ചില്ലല്ലോ. അങ്ങനെ പോയതാ. പക്ഷേ ദൈവം ഇടപെട്ടു. ഞാൻ godquestions.org, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ പോയിട്ട് ചില ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കൊണ്ട്
ഞാൻ ആ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, വാട്ട് ഈസ് സിൻ, ഹൗ ക്യാൻ യു സേ ദാറ്റ് യു ആർ സേവ്ഡ് ഫ്രം യുവർ സിൻ ആൻഡ് വാട്ട് ജീസസ് ഡിഡ് ഓൺ ദ ക്രോസ്, ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കട്ട് ചെയ്ത് ഒരു A4 സൈസിൽ ഇംഗ്ലീഷിൽ ഒരു ട്രാക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ പോർച്ചുഗീസ് സൈറ്റിൽ പോയി ഇതേ നമ്പർ വെച്ച് എനിക്ക് വായിക്കാൻ അറിയാൻ വയ്യാത്ത ഒരു ട്രാക്റ്റ് ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് അത് 50 കോപ്പി 100 കോപ്പി എല്ലാ ദിവസവും പോയി ഫോട്ടോ കോപ്പി എടുത്ത് വഴി നിന്ന് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ആഫ്രിക്കയിൽ സുവിശേഷ വേല തുടങ്ങുന്നത്. ആരെന്തോ ചോദിച്ചാലും ചിരിച്ച് കാണിക്കുമല്ല, പിന്നെ എന്തോ ഞാൻ ട്രാക്റ്റ് കൊടുക്കും. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചിരിച്ച് കാണിക്കും. അങ്ങനെ തുടങ്ങി കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഷുഡ് ഐ സ്റ്റാർട്ട് എ ന്യൂ ചർച്ച്? ഞാനൊരു പുതിയ സഭ തുടങ്ങാൻ അതാണോ നീ ഉദ്ദേശിക്കുന്നത്? കർത്താവിനോട് പറഞ്ഞു. ഞാനപ്പം അവിടുന്ന് ടാൻസാനിയയിൽ വന്നപ്പോൾ അവിടെ 9,000 അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ തന്നെയുണ്ട്. ഇഷ്ടംപോലെ സഭകളുണ്ട്. മൊസാംബിക്കിനുമുണ്ട് 3,000 സഭകളുണ്ട്. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, വാട്ട് ഐ വാണ്ട് യു ടു ഡു ഹിയർ ഈസ് ടു എക്വിപ്പ് ദി എക്സിസ്റ്റിംഗ് ചർച്ച്. ഇപ്പോഴത്തെ സഭകളെ എക്വിപ്പ് ചെയ്യുക. അതാണ് ഞാൻ ആഫ്രിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സഭകൾ എനിക്ക് തുറന്നു തന്നു കേട്ടോ, അതൊരു വലിയ കാര്യമാണ്. ദൈവം വഴി തുറന്നതാണ്. അവിടെയുള്ള പാസ്റ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുക. ഞാനവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മറ്റൊന്നുമല്ല. ദേ ഡു നോട്ട് ഹാവ് ബൈബിൾ. അവർക്ക് ബൈബിൾ പലർക്കും അവരുടെ ഭാഷയിലില്ല. പക്ഷേ ഭാഷയിലുണ്ടെങ്കിൽ പോലും അവർക്ക് അവൈലബിൾ അല്ല. വായിക്കാൻ അറിയാൻ വയ്യാത്തവരൊത്തിരി ഉണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ബൈബിൾ എത്തിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈബിൾ അങ്ങനെ തന്നെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ബൈബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഫുൾ ബൈബിൾ. പക്ഷെ അതല്ല, അവരെ ബൈബിളിലേക്ക് നയിക്കണം. എന്നാലേ രൂപാന്തരം ഉണ്ടാകത്തുള്ളൂ. ആ ബൈബിളിലേക്ക് നയിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ രൂപാന്തരം കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കൊക്കെ ബൈബിളുണ്ട്, പക്ഷെ അത് വായിച്ച് നമ്മൾ രൂപാന്തരപ്പെടണം. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല. പൗലോസ് പറയാണ്, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ വെറും വാക്കുകൾ കൊണ്ടല്ല വന്നത്, ഞങ്ങൾ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും ദൈവവചനത്തിൽ ആയിരുന്നു ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയെന്ന് അറിയുന്നുവല്ലോ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്, നോക്ക് എഴുതിയിരിക്കുന്നത് കണ്ടോ. പ്രസംഗിക്കുന്നവരൊക്കെ ഈ ബോധമില്ലാത്ത കുറച്ച് പാർട്ടികൾ വന്നിട്ട് ഉണർവാ വേണ്ടത്, ചാട്ടമാ വേണ്ടത്, നീ താഴെ വീഴണം, ഛർദ്ദിപ്പിക്കുന്നവരുണ്ട്, താഴെ തള്ളിയിടുന്നവരുണ്ട്. എന്നിട്ട് പറഞ്ഞു ശക്തി ശക്തി ശക്തി, വചനമല്ല ശക്തി. ഈ താഴോട്ട് എഴുതിയിരിക്കുന്ന ഈ ഒന്ന് വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കണം, ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തെ വാക്യം കൂടെ വായിക്കണം. വചനമായിട്ടല്ല, അക്ഷരമായിട്ടല്ല എന്ന് പറഞ്ഞത് വചനമാക്കിയിട്ട്. അത് തന്നെ എന്തൊരു കഷ്ടമാണ്. വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്ക് തിരുത്തുകയും മറ്റും ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് വേദപുസ്തകം പറയുന്നത്. മനസ്സിലായോ? ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അടുത്ത വാക്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ എന്തോ എഴുതിയിരിക്കുന്നേ, വചനം കൈക്കൊണ്ട്. അപ്പൊ കൊടുത്തത് എന്തോ? ശക്തിയല്ല കൊടുത്തത്. എന്തോ കൊടുത്തത്? വചനമാണ് കൊടുത്തത്. വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടത്തും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. ഈ വാക്യങ്ങളിലെല്ലാം പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ്. എന്നിട്ടാണ് യുവന്മാർ ബോധമില്ലാതെ പറയുന്നത് വചനമല്ല ശക്തി. ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ വചനം കൃത്യമായിട്ട് അഭ്യസിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, ഞാൻ എങ്ങൊന്നും ഗ്രീക്കും ഹീബ്രു ഒന്നും പറഞ്ഞില്ലല്ലോ, വേണ്ടല്ലോ. അവിടെ തന്നെ എഴുതിയിട്ടില്ലേ വചനമാണ് പ്രധാനം എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ? വചനം നിങ്ങളുടെ അടുക്കൽ വന്നു, വചനം നിങ്ങളുടെ അടുക്കൽ നിന്ന് മറ്റുള്ളിടത്ത് പോയി. അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവ്, അതായത് നിങ്ങൾ വചനം കൈക്കൊണ്ടു, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത്
മക്കതോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. വചനം മുഴങ്ങിച്ചെന്നു. അപ്പോൾ വചനം നമ്മൾ സ്വീകരിക്കണം, വചനം നമ്മളിൽ നിന്ന് പുറത്തോട്ട് പോകണം. ഇത് പാസ്റ്റർമാർക്ക് മാത്രമുള്ളതല്ല. വചനം നിങ്ങളിലൂടെ മറ്റുള്ളവരിൽ എത്തണം, മറ്റുള്ളവരെ സുവിശേഷത്തിലേക്ക് നയിക്കണം. അതിനുവേണ്ടി അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, സഭയുടെ ഒരുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഒന്നേ ഉള്ളൂ, വചനം. വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പഠിക്കുന്നത്. വചനം അത് നമ്മൾ മനസ്സിലാക്കണം. നോക്കുക, ആ ഭാഗങ്ങൾ ഞാൻ മുന്നോട്ട് എടുക്കുന്നില്ല. ഞാനിവിടെ അവിടെ ഇതൊരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ രൂപാന്തരപ്പെടുത്തിയത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് ആഫ്രിക്കയിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ദൈവത്തിൻ്റെ വചനം കൊണ്ടുണ്ടായ മാറ്റങ്ങളാണ്. എന്തുകൊണ്ട്? കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് പാട്ടുണ്ട്, അവർക്ക് ആട്ടമുണ്ട്, ചാട്ടമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് വചനമില്ലാഞ്ഞതുകൊണ്ട് അവരിൽ ശരിയായിട്ടുള്ള രൂപാന്തരം ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ അവർക്ക് വചനം കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു. നമ്മൾ വചനം, ഇനി ആഫ്രിക്കക്കാർക്ക് മാത്രമല്ല, നമ്മളെ ഈ പിള്ളേർക്കും വചനം കൊടുക്കണം. നമ്മുടെ സഹോദരന്മാർക്ക് വചനം കൊടുക്കണം. നമ്മുടെ സഭകളിൽ വചനം മുഴങ്ങി കേൾക്കണം. ആ വചനത്തിൻ്റെ അതുകൊണ്ട് 10 days നമ്മൾ ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്തിനാണ്? വചനം. ആ എംഫസിസ് നമ്മൾ മാറ്റിക്കളയരുത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള വചനം, ഒരുക്കം, ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് കയറി. ഒരുങ്ങിയിരുന്നവർ. ആ ഒരുക്കം നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. 2 കാര്യങ്ങൾ അവിടെ പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അതിൻ്റെ 24-ാമത്തെ അധ്യായത്തിലും 25-ാം അധ്യായത്തിലെ വാക്യം നമ്മൾ വായിച്ചത്. 24-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 44-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അപ്പം 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. അതും വചനമാണ്. അവൻ്റെ വരവിനെ പ്രസിദ്ധമാക്കുന്നത് വചനമാണ്. എന്നാൽ ആ വചനം നിങ്ങളോട് പറയുന്നു, ആ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. അപ്പോൾ കർത്താവിൻ്റെ വരവ്, ദൈവജനത്തിൻ്റെ ഒരുക്കം, ഇത് രണ്ടും ഈ വാക്യത്തിലുണ്ട്. നമ്മളിവിടെ പഠിക്കുന്ന ഈ വരും ദിവസങ്ങളിൽ പഠിക്കുന്നതെല്ലാം കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ആ വരവിന് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കത്തെക്കുറിച്ചുമാണ്. ഒരുക്കത്തെക്കുറിച്ച്, അതിനെക്കുറിച്ചുള്ള വചനത്തിൽ നിന്നുള്ള വെളിപ്പാടുകൾ നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. എന്നെയൊക്കെ വചനത്തിൽ ഉറപ്പിച്ചത് നമ്മുടെ വല്യപ്പന്മാരൊന്നും അത്ര വലിയ ഗ്രീക്കും ഹീബ്രു ഒന്നും അറിയാവുന്നവരായിരുന്നില്ല. പക്ഷെ അവർക്ക് വചനം അറിയാമായിരുന്നു. പ്രത്യേകിച്ച് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഞാനൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ട ആളുകളാണ്. അന്ന് കുമ്മനാട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില അപ്പച്ചന്മാരുണ്ടായിരുന്നു, ചില അച്ചായന്മാരും ഉണ്ടായിരുന്നു. അവരെല്ലാം വചനത്തിൻ്റെ ആൾക്കാരാണ്. TG ഉമ്മച്ചൻ അപ്പച്ചൻ, CK ദാനിയേൽ അപ്പച്ചൻ, VT ജോസഫ് അപ്പച്ചൻ, ജോർജ് പോളീസ് അപ്പച്ചൻ, പിന്നെ ഈശോ ചായൻ, മാത്യു ശമേൽ അച്ചായൻ, ചില അപ്പച്ചന്മാരും അച്ചായന്മാരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുള്ളൂ. റെഫറൻറ്റും ഡോക്ടറും ഒക്കെ ഉള്ളല്ലോ, ഇല്ലേ? റിലേഷൻഷിപ്പൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു. റെവറൻറ്റോ ഡോക്ടറോ ഒക്കെ ആകുന്നതിന് ഞാൻ എതിര് പറഞ്ഞതല്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, നമുക്ക് അടുപ്പം അങ്ങ് നഷ്ടപ്പെടും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ച അച്ചായ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്നേഹവും അതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുക. അവരൊക്കെ പഠിപ്പിച്ചത് എന്നെ, അവരൊക്കെയാണ് പഠിപ്പിച്ചത്. ഞാൻ അവരുടെ കീഴിൽ ബൈബിൾ കോളേജ് പഠിച്ചതല്ല. പക്ഷേ ഞാനിപ്പോഴും എനിക്ക് 18 വയസ്സുള്ളപ്പം ഉമ്മച്ചനപ്പച്ചനും when I was 18 years old, he was 80 years old. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ ചെന്ന് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഇരുന്ന് അത് പറഞ്ഞു തരുമായിരുന്നു. ഇന്ന് അവരെ പോലുള്ള ആളുകളെ കാണാൻ പോലും നമുക്ക് പറ്റത്തില്ല. കാര്യം അവരൊക്കെ വലിയ പാർട്ടികളാണ്. പക്ഷെ അവരങ്ങനല്ലായിരുന്നു. അങ്ങനെ അടുത്തിരുന്ന് അവരുടെയൊക്കെ കീഴിൽ അഭ്യസിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ വചനത്തിലെ ഉറപ്പ് കർത്താവ് തന്നത്. ഒരുപക്ഷെ ഞാൻ വായിച്ച പുസ്തകങ്ങളൊന്നും അവർ വായിച്ചിട്ടില്ലായിരിക്കും. പക്ഷെ വേറെ കാര്യമുണ്ട്, അവർ വചനം വായിച്ചിട്ടുണ്ടായിരുന്നു.
അവർക്ക് ഗ്രീക്കും ഹീബ്രു ഒന്നും അറിയത്തില്ലായിരുന്നു, പക്ഷെ അവർക്ക് വചനം അറിയാമായിരുന്നു. വചനം. അപ്പോൾ നമുക്കും വാസ്തവത്തിൽ ആ വചനത്തിൻ്റെ വെളിപ്പാട് അനിവാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എൻ്റെ ചെറിയ പ്രായം തൊട്ട് ഞാനിങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് അന്ന് ഇവരുടെ പ്രസംഗത്തിൻ്റെ പ്രധാന വിഷയം തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ്. അതൊക്കെ എത്ര ദിവസമാണ്? 20 ദിവസം 21 ദിവസമൊക്കെ. നമ്മൾ 21 ദിവസം ഉപവാസ പ്രാർത്ഥന പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷേ ഇവർ 21 ദിവസം ബൈബിൾ ക്ലാസ് നടത്തുമായിരുന്നു. ഇന്നിപ്പോൾ 21 ദിവസം ബൈബിൾ ക്ലാസ് നടത്തിയാൽ ഇരിക്കാനും ആളില്ല, എടുക്കാനും ആളില്ല. പെട്ടെന്നൊന്നൊന്ന് ഓടി വന്നൊന്ന് പ്രസംഗിച്ചേച്ച് പോകാനൊക്കെ ആളെ കിട്ടുമായിരിക്കും. പക്ഷേ 21 ദിവസം കണ്ടിന്യൂസ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഠിപ്പിക്കാനും ആളില്ല, പഠിക്കാനും ആളില്ല. ആ ഒരു ലെവല്. പക്ഷെ അവരങ്ങനെ ആയിരുന്നില്ല. അവർ വചനം പഠിപ്പിക്കുന്നവരായിരുന്നു. തന്നെയല്ല, അവരുടെ പ്രസംഗങ്ങളിലൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന വാക്കാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. നമുക്കും ആവശ്യമായിരിക്കുന്നത് ആ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്. അതിനാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്നതും ഇന്ന് നഷ്ടപ്പെട്ടു പോയതുമായ ആ നല്ല ദിനങ്ങളിലേക്ക് ഒരു മടങ്ങി വരവ്. ഈ 10 ദിവസം കൊണ്ട് മടങ്ങി വരണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിലേക്കുള്ള ഒരു തിരിവ്. ഇവന്തോ നമ്മളങ്ങ് മടങ്ങി വന്നെന്നുള്ളതല്ല, ഒന്ന് തിരിയണം, വചനത്തിലേക്ക് വരണം, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കണം. അന്നത്തെ പാട്ടുകളും എല്ലാം അന്നത്തെ കർത്താവിൻ്റെ വരവിനെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. പ്രസംഗവും ആരാധനയും പാട്ടും എല്ലാം. പക്ഷെ ഇതിപ്പോൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊന്നും നമുക്കങ്ങനെ പാട്ട് പോലും, ഇപ്പോഴത്തെ പാട്ടുകളിൽ പോലും, പഴയ പാട്ടുകളിലൊക്കെ ഉണ്ട്, എന്നാൽ ഇപ്പോൾ വരുന്ന പാട്ടുകളിൽ പോലും ആ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, കേട്ടിട്ടുണ്ടാവും, പുരാതന കാലത്ത് 2 വിശ്വാസികൾ തമ്മിൽ കണ്ടു പിരിയുമ്പോൾ അവർ പറഞ്ഞു നിർത്തുന്ന വാക്ക് മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. അത് പറഞ്ഞാൽ അവർ പിരിയുന്നത്. കാര്യം അവരുടെ ഹൃദയത്തിൽ തിളച്ച് നമ്മൾ ഏറ്റവും ഒടുവിൽ എന്തെങ്കിലും നമ്മൾ വർത്തമാനം പറഞ്ഞോടെ ഇരുന്ന് കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിറഞ്ഞു നിന്നത് കർത്താവിൻ്റെ വരവാണ്. കർത്താവിൻ്റെ വരവ്. ഇന്നിപ്പം നമ്മൾ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ആകെ പറയുന്നത്, യോഗത്തിനൊന്നും അങ്ങനെ പറയുന്നില്ല, പക്ഷേ അവസാനം സഭായോഗം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഏറ്റവും ഒടുവിൽ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമെന്ന് പറയുന്നതും കേൾക്കാൻ എഴുന്നേറ്റ് പോകുന്നതും കാണാം. ബൈബിളും എടുത്ത് പൊക്കി പിടിച്ചോണ്ടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നേരം ഇരുന്നതിൻ്റെ ആ ക്ഷീണമെല്ലാം തീർത്ത് ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ എന്നുള്ള ഒറ്റ പോക്കാണ്. പുറത്തിറങ്ങി നിന്ന് വർത്താനം പറയുകയും ചെയ്യും. അകത്തിരിക്കാൻ നമുക്കൊരു മടിയാണ്, ഇല്ലേ? അങ്ങനെ സഭായോഗം കഴിയുമ്പോൾ ആമേൻ കർത്താവായ യേശുവെ വേഗം വരണമെന്ന് പറയുന്നു. പക്ഷേ എത്രത്തോളം ആത്മാർത്ഥത അതിനകത്തുണ്ട്? ഞാൻ ചിലപ്പോൾ ചോദിക്കാനുണ്ട്, ആമേൻ കർത്താവായ യേശുവെ വേഗം വരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചോ, കർത്താവേ ഇന്ന് നീ വരുമോ, കർത്താവേ നിൻ്റെ വരവ് എന്നാ കർത്താവേ എന്നൊക്കെ ചോദിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ആകെപ്പാടെ ഒരു ചൊല്ലുപോലെ പറഞ്ഞു പോകുന്നെന്നുള്ളതല്ലാതെ എന്താ? ചോദിച്ചാൽ എല്ലാവരും പറയും, വേണേൽ കയ്യും പൊക്കും. പണ്ടൊരു ഉപദേശി, ഞാൻ കേട്ടൊരു സ്റ്റോറിയാണ്, ഒരു ഉപദേശി പ്രസംഗിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഇന്ന് കർത്താവിൻ്റെ വരവ് ഇപ്പോൾ സംഭവിച്ചാൽ പോകുവാൻ ഒരുങ്ങിയിരിക്കുന്നവരെല്ലാവരും കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞാലും എല്ലാവരും കൈവോക്കും, ആരും കൈവോക്കാതിരിക്കത്തില്ല. ഇന്ന് കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്നവരെല്ലാം കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും. ഉപദേശി ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇന്ന് കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ, മെയിൻ യോഗമാണ്, പുറത്ത് വെച്ച്, അല്ലാതെ മുറിക്കകത്തല്ല, പുറത്താണ്. പണ്ടൊക്കെ അങ്ങനെയൊക്കെയാണല്ലോ, പുറത്തൊക്കെയാണല്ലോ യോഗങ്ങളൊക്കെ നടക്കുന്നത്. കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്നില്ല, കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൈപൊക്കിയപ്പോൾ ഉപദേശിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഉപദേശി പറഞ്ഞു, കർത്താവേ ഇതാ നിൻ്റെ ജനമെല്ലാം ഒരുങ്ങിയിരിക്കുന്നു, അങ്ങനെയെങ്കിൽ സിയോനെ നിൻ്റെ കാഹളമൊന്ന് ഊതുക എന്ന് പറഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് കാഹള ശബ്ദം. ഈ കൈവൊക്കെ ആരും പോയുമില്ല, ആകപ്പാടെ വല്ലാത്ത ഒരു അവസ്ഥ. കാര്യം കാഹള ശബ്ദം കേട്ടു. കഥയാ കേട്ടോ. എന്താ സംഭവിച്ചെന്നറിയാമോ?
ഈ ഉപദേശി മാവിൻ്റെ മുകളിൽ രണ്ടുപേരെ കയറ്റി ഇരുത്തിയിട്ടുണ്ടായിരുന്നു കാഹളവുമായിട്ട്. പറയുമ്പോൾ ഊതണമെന്ന് പറഞ്ഞ്. ഈ പറയുന്നത് വല്ലതും സത്യമാണോ എന്നൊന്നും അറിയാനല്ല, അതൊന്നുമല്ല. എന്നാൽ നല്ല ബോധ്യമുള്ളവനായിരുന്നെങ്കിൽ അവൻ എന്തോ പറഞ്ഞേനേയും, അവൻ പറഞ്ഞേനേയും അത് കാഹളമൊന്നുമല്ല, കാഹളം ധ്വനിച്ചാൽ ഞാൻ പോകും. എൻ്റെ ഒരു സുഹൃത്ത് എറണാകുളത്ത് ഒരു പാസ്റ്ററാണ്. അദ്ദേഹം പറഞ്ഞ അഹങ്കാരമാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ പറയുമായിരിക്കും. അദ്ദേഹം പറഞ്ഞെന്നറിയാമോ? ഇന്ന് കർത്താവ് വരുമ്പോൾ എറണാകുളം പട്ടണത്തിൽ നിന്ന് ഒരാളെ മാത്രമേ എടുക്കത്തുള്ളെങ്കിൽ അതെന്നെ ആയിരിക്കും. നമ്മൾ പറയും അഹങ്കാരമൊന്നുമല്ല, അതാ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കോൺഫിഡൻസ്, അഹങ്കാരമല്ല, കോൺഫിഡൻസ് വേണം. എൻ്റെ കർത്താവ് വന്നാൽ ഞാൻ പോകും, അതിന് സംശയമില്ലെന്നുള്ള കോൺഫിഡൻസ് വേണം, ഉറപ്പ് വേണം. ഇന്ന് നമ്മളങ്ങനെ ആലോചിക്കുന്നുമില്ല, അങ്ങനെ പോകുന്നുമില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളതാണ്. നമ്മൾ വായിച്ച വേദഭാഗം അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. നനയ്ക്കാത്ത നാഴികയിൽ. പ്രിയമുള്ളവരെ, കർത്താവ് എപ്പോൾ വരും എന്നുള്ളത് നമ്മൾ ഇതുവരെ നമുക്കറിയില്ല. അറിയില്ല എന്ന് തന്നെ പറയണം. അറിയില്ല എന്ന് പറയുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടി ആ വരവിനെ അറിഞ്ഞ് നമ്മൾ അതിനായിട്ട് ഒരുങ്ങണം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ പഠനം പല രീതിയിലുണ്ട്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇപ്പോഴും ചില കൺവെൻഷനൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്. പക്ഷേ മിക്കപ്പോഴും ഉണ്ടാകുന്ന കാര്യം തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങൾ ഈ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ പഠിപ്പിക്കുന്നത്. ഇന്നടത്ത് ഇന്നത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ സിറിയയിൽ അത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഓരോ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പതിവ് നമുക്ക് പൊതുവെ ഉണ്ട്. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി, ആ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കാനായിട്ടാണ്. ആ ഒരുക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും പറയുന്നതും നിങ്ങളുടെ ഇൻ്റലിജൻസ്, ഞാൻ ഇതെല്ലാം പഠിച്ചു വച്ചിരിക്കുകയാണെന്നുള്ള ഒരു നിലയിൽ നമ്മളെ തന്നെ ഇതെല്ലാം എനിക്കറിയാം, നിങ്ങൾക്കറിയത്തില്ല, ഞാൻ പറയാം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. പലപ്പോഴും ഉണ്ടാകുന്നത് ഈ അറിവിൻ്റെ ഒരു സ്വയ അറിവിൻ്റെ ഒരു പ്രകാശനത്തിന് വേണ്ടി ഈ ലക്ഷണങ്ങളൊക്കെ പറയുന്ന, ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ എസ്കറ്റോളജിക്കൽ ഡീറ്റെയിൽസ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് തന്നെയല്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർത്താവിൻ്റെ വരവിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന്, കർത്താവിൻ്റെ വരവിന് മുമ്പ് എന്ത് സംഭവിക്കുമെന്നുള്ള പറയുന്നത് പിന്നെയും പോട്ടെ, കർത്താവിൻ്റെ വരവിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും പഠിപ്പീരുകളും ഒക്കെ ഞാനും 1980s എൻ്റെ മനസ്സിലും അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജെറി ഫോൾസിൻ്റെയും ഒക്കെ പുസ്തകങ്ങൾ എല്ലാം വായിച്ച് 2020 ഓയിൽ റിസർവ് എവിടെയായിരിക്കും, അമേരിക്കയിൽ എത്രയായിരിക്കും, മിഡിൽ ഈസ്റ്റിൽ എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ ഒത്തിരി ഉണ്ട്. അതൊക്കെ ഞാനും പഠിച്ചിട്ടുമുണ്ട്, പഠിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുമുണ്ട്. അർമഗദ്ദോൻ യുദ്ധത്തെക്കുറിച്ചും ഒക്കെ ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്. അന്ന് അർമഗദ്ദോനിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ പഠിച്ചത് കൂട്ടത്തിൽ പറഞ്ഞത് അവിടെ കുതിരപ്പട്ടാളം വരും. അപ്പോൾ കുതിരപ്പട്ടാളം എവിടെ നിന്ന് വരും? അന്ന് രണ്ട് എതിരാളികളായിട്ട് നമ്മൾ കണ്ടിരുന്നത് റഷ്യയും ചൈനയുമാണ്. അപ്പം അർമഗദ്ദോനിലേക്ക് കുതിരപ്പട്ടാളം വരുന്നതിന് എളുപ്പം എവിടുന്നാണ്? മോസ്കോയിൽ നിന്നാണോ അതോ ബെയ്ജിങ്ങിൽ നിന്നാണോ എന്ന് മാപ്പ് വരച്ച് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കണക്ക് കൂട്ടി പഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ, അർമഗദ്ദോനിലെ യുദ്ധത്തെക്കുറിച്ച്. അപ്പം അങ്ങനെ ഞാനത് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് കർത്താവ് എന്നോട് പറഞ്ഞു, എടാ അതൊന്നുമല്ല ഞാൻ നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. എൻ്റെ വരവിന് വേണ്ടി, എൻ്റെ വരവ് സംഭവിക്കും, ആ എൻ്റെ വരവിന് വേണ്ടി ജനങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ് ഞാൻ നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതായ കാര്യമെന്ന് കർത്താവ് എന്നോട് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ആ എസ്കറ്റോളജിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകാതെ ജനങ്ങളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി, അതായത് ജനങ്ങളെ ആത്മീയമായി ഒരുക്കുക, കർത്താവിൻ്റെ വരവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് എങ്ങനെ ജീവിക്കണമെന്ന്. അതായത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയണം,
പക്ഷെ കർത്താവിൻ്റെ വരവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നെങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുവാൻ കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം മുതലാണ് പ്രായോഗിക ക്രിസ്തീയ ജീവിതം പഠിപ്പിക്കാനായിട്ട് കർത്താവ് എന്നെ ഉത്സാഹിപ്പിക്കുകയും 40 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാ. പ്രായോഗികമായി എങ്ങനെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനങ്ങളെ ഒരുക്കണം. കർത്താവ് വരും എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കർത്താവ് വരുന്ന ഡേറ്റ് കണ്ടുപിടിക്കാൻ ഉള്ള പഠനങ്ങൾ അത് നമുക്ക് ആവശ്യമില്ല. കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് ആരും കണ്ടുപിടിക്കാൻ നോക്കണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാൻ നോക്കിയവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്, 1984 1984 ഒരു പുസ്തകം ഇറങ്ങി, അമേരിക്കയിൽ ഇറങ്ങിയൊരു പുസ്തകമാണ്, 84 റീസൺസ് വൈ ജീസസ് ഷുഡ് കം ഇൻ 1984. 1984 കർത്താവ് വരണം, അതിന് ഉള്ള 84 കാരണങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം. മില്യൺസ് ഓഫ് കോപ്പീസാണ് അത് വിറ്റത്. എഴുതിയവൻ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉണ്ടാക്കി. പക്ഷേ കർത്താവ് 84 വന്നില്ല. അയാൾ മിടുക്കനായിരുന്നു. 85 അയാളൊരു പുസ്തകം എഴുതി, വൈ ജീസസ് ഡിഡ് നോട്ട് കം ഇൻ 84. അതും വിറ്റു ലക്ഷങ്ങൾ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കർത്താവിൻ്റെ വരവ് കണ്ടുപിടിക്കാൻ പരിശ്രമിച്ച് അതിനുവേണ്ടി ഇടപെട്ട ആളുകളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് എന്നാണല്ലോ പറയുന്നത്. അത് കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പറയുന്നത്. അവരുടെ ലീഡർ ഇപ്പോഴവരുടെ ഒരു പ്രവാചകിയുടെ പേരിലാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് മുമ്പ് ജോൺ മില്ലർ എന്ന് പറഞ്ഞ മില്ലറിസം എന്നാണ് നേരത്തെ അത് അറിയപ്പെട്ടിരുന്നത്. മില്ലർ കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റൊക്കെ പ്രഖ്യാപിച്ചു, പക്ഷെ അന്ന് വന്നില്ല. അപ്പോൾ ഈ സ്ത്രീ കയറിയിട്ട് പറഞ്ഞു, അതെ വന്നു, ഇനി വരെ വന്നില്ലെന്നുള്ളതേ ഉള്ളൂ, വഴിക്ക് വെച്ച് കർത്താവ് അവിടെ നിർത്തി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണോ അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടായ അവർക്ക് ദൈവം ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ ഈ ദുരുപദേശങ്ങളെല്ലാം വ്യാപിക്കും, നമ്മൾ മനസ്സിലാക്കണം. 10 കൽപ്പനകൾ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു, അതിനകത്ത് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്നുള്ളത് പറഞ്ഞ് ഇങ്ങനെ തിളങ്ങി നിന്നു. അപ്പോൾ കർത്താവ് ദൈവം പറഞ്ഞെന്ന്, ഇന്ന് ശബത്തിലല്ല ഞായറാഴ്ച അവന്മാരൊക്കെ ആരാധിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ജനത്തോട് മുഴുവൻ ദേഷ്യമാണെന്ന്. അതാണ് ഞാൻ ഈ ക്രിസ്ത്യാനികളെയൊക്കെ വെറുക്കാനുള്ള കാരണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ സെവൻത് ഡേ അഡ്വൻറ്റിസം ഉണ്ടായത്. ഞാൻ ചിലപ്പോൾ അതിനോട് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഞാൻ ഇപ്പോൾ പിള്ളേരോട് പറയാം, എല്ലാ ശനിയാഴ്ചയും നമുക്ക് ഒരുമിച്ച് കണ്ട് എൻ്റെ പിള്ളേരൊക്കെ ഇച്ചിരി പ്രായമായ പിള്ളേരൊക്കെ ആണല്ലോ, എല്ലാ ശനിയാഴ്ചയും നമുക്ക് ഒരുമിച്ച് കണ്ട് നമുക്ക് സമയം ചിലവഴിക്കാം. അപ്പോൾ ഒരു ദിവസം ഇളയ കൊച്ച് വെള്ളിയാഴ്ചയാണ് വന്നത്. ഞാൻ അവളെ തല്ലുവോ? ഞാൻ പറയുമോ വെള്ളിയാഴ്ച വന്നിരിക്കുകയാണോ എന്നെ കാണാൻ? ഞാൻ പറഞ്ഞിട്ടില്ലേ ശനിയാഴ്ചയാണ് വരേണ്ടതെന്ന് എന്നുവല്ലം പറയുമോ? എൻ്റെ പിള്ളേരല്ലേ, അതിപ്പോൾ ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ എപ്പോഴെങ്കിലും വന്നാൽ എന്താ? ഞായറാഴ്ച ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവം കോപിക്കുമെന്ന് പറയുന്ന ദുരുപദേശക്കാരനെ ഒന്നും നിങ്ങളുടെ വീട്ടിൽ കയറ്റരുത്. ഏത് ദിവസം ആയിക്കോട്ടെ, ശനിയാഴ്ചയും ആരാധിച്ചോട്ടെ, ഞായറാഴ്ചയും ആരാധിച്ചോട്ടെ. എല്ലാ ദിവസങ്ങളും ദൈവം ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ഇവരോട് ചോദിക്കാറുണ്ട്, ഈ ശനിയാഴ്ച മാത്രമേ ആരാധിക്കാവൂന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ ശനിയാഴ്ച എന്ന് പറയുമ്പം അമേരിക്ക വെള്ളിയാഴ്ച വൈകുന്നേരമേ ആയിട്ടുള്ളൂ. അപ്പം അവർ ശനിയാഴ്ച ആരാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വെള്ളിയാഴ്ച ആയി പോകുമല്ലോ. അപ്പോൾ ഇന്ത്യക്കാരൻ്റെ ശനിയാഴ്ചയാണോ അമേരിക്കക്കാരൻ്റെ ശനിയാഴ്ചയാണോ ദൈവം മാനിക്കുന്നത്? വിവരമില്ലാത്ത കുറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള ദുരുപദേശങ്ങളിൽ നിങ്ങൾ വീണു പോകരുത്. ഞാനിത് പറയാൻ കാര്യം എന്നറിയാമോ? ചെറുപ്പക്കാർ പിള്ളേരൊക്കെ പലരും ഇതിൻ്റെയൊക്കെ എല്ലാം പുറകെ പോകുന്നുണ്ട്. ദുരുപദേശങ്ങളെക്കുറിച്ചെല്ലാം പഠിപ്പിക്കണം. അത് സഭ പഠിപ്പിക്കണം. അത് ദുരുപദേശത്തെക്കുറിച്ചല്ല, ശരിയായ ഉപദേശങ്ങൾ പഠിപ്പിച്ചാൽ മതി. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ ബാങ്കിൽ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ആളുകളെ പഠിപ്പിക്കുന്നത് കള്ളനോട്ടിൻ്റെ പ്രത്യേകതകളല്ല, നല്ല നോട്ടിൻ്റെ പ്രത്യേകതകളാണ്. എന്നറിയാമോ? നല്ല നോട്ടല്ലാത്തതെല്ലാം കള്ളനോട്ടാണ്. അതുപോലെ ശരിയായ ഉപദേശം നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചാൽ അവർക്ക് മനസ്സിലാകും, വേറൊരു ഉപദേശം കൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ശരിയായ ഉപദേശമല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്
ഡേറ്റ് കണ്ടുപിടിച്ച ആളുകൾ എല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളക്കരയിലും പണ്ട് വിദ്വാൻ കുട്ടിയച്ചൻ എന്ന് പറയുന്ന നല്ലൊരു ഉപദേശി ഉണ്ടായിരുന്നു. നല്ലൊരു ഉപദേശി. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു 5.5 വർഷം കഴിയുമ്പോൾ കർത്താവ് വരും. ഇങ്ങേരും അതങ്ങ് വിശ്വസിച്ചു. അവരെ അഞ്ചരക്കാരെന്താ വിളിക്കുന്നത്. 5.5 വർഷം കഴിഞ്ഞ് കർത്താവ് വന്നില്ല. 55 വർഷം കഴിഞ്ഞിട്ടും കർത്താവ് വന്നില്ല, ഇല്ലേ? അങ്ങനെ കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഡേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ ദൈവം ഉദ്ദേശിക്കുന്നില്ല. കർത്താവ് എന്നു വേണമെങ്കിലും വരാം. അവൻ വരുന്ന നാളും നാഴികയും നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. നനയ്ക്കാത്ത നാഴികയിൽ, നമ്മൾ ചിന്തിക്കുന്ന ദിവസമല്ല കർത്താവ് വരാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവ് ഇന്ന് വേണമെങ്കിലും വരാം, ഇപ്പോൾ വേണമെങ്കിലും വരാം. ഞാനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കർത്താവ് വന്നാലും ഞാനങ്ങ് പോകും. എനിക്കിപ്പോൾ വന്നാലും സന്തോഷമേ ഉള്ളൂ, ഞാൻ പോകും. ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും പോകുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം. പക്ഷെ എല്ലാവരും പോകണമെന്നില്ല, പോകാത്തവരും കാണുമായിരിക്കും. അത് അവരവർ തീരുമാനിച്ചോണം. അതുകൊണ്ട് കർത്താവ് എപ്പോൾ വന്നാലും പോകാനുള്ള ഒരുക്കമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പോകണം. കാര്യം കർത്താവ് വരുമ്പോൾ എല്ലാവരും അങ്ങ് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുന്ന എല്ലാവരും അങ്ങ് പോകുമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ തന്നെ നമ്മളതിൻ്റെ 40 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പീൻ. നോക്കുക, കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്നറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. എല്ലാവരും പോകത്തില്ല എന്ന് തന്നെ അവിടെ പറയുന്നത്. എല്ലാവരും 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, ഞാൻ പോയില്ലെങ്കിലും എൻ്റെ ഭാര്യ പോകും, അപ്പം ഞാൻ പിന്നെ കാലെല്ലാം കെട്ടിപ്പിടിച്ച് എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോകുന്നു. അങ്ങനൊന്നും ആരെയും കൊണ്ടുപോകത്തില്ല. ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്നാലേ പറ്റുകയുള്ളൂ. എല്ലാവരും അങ്ങ് പോവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ഒരുങ്ങിയിരിക്കുന്ന ഒരു കന്യകയ്ക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് നമ്മൾ ദേവദാസൻ എന്ന് കേട്ടത് എന്താണ്? ആമേൻ, കർത്താവായ യേശുവേ വരയണമേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. എല്ലാവരും പോവുകയില്ല. നാളും നാഴികയും നമുക്കറിയില്ല. എന്നാണ് കർത്താവ് വരുന്നെന്നുള്ളത് നമുക്കറിയില്ല. ഈ 24-ാം അധ്യായത്തിൽ തന്നെ നമ്മളതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെ ആകും. നോഹയുടെ കാലം പോലെ ആകും. നോഹയുടെ കാലത്തിലെ ജനങ്ങളുടെ പ്രത്യേകത എന്നറിയാമോ? നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ഈ ജനങ്ങൾക്കുണ്ടായ ഒരു വ്യതിയാനമുണ്ട്. അവർ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി സെക്യുലറായിട്ട് ആലോചിക്കാൻ തുടങ്ങി. ഇവിടെ എഴുതിയിരിക്കുന്നത് തന്നെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഇതൊന്നും തെറ്റായ കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? തിന്നുന്നു, കുടിക്കുന്നു, വിവാഹം കഴിക്കുന്നു, വിവാഹത്തിന് കൊടുക്കുന്നു, ഇതൊന്നും തെറ്റല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവർ ഈ ചെയ്യുന്നത് ദൈവത്തെ കൂടാതെയാണ്. ദൈവത്തെ കൂടാതെ അവർ അന്വേഷിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നോഹയുടെ കാലയളവിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറയുന്നത് 1 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ഇത് ദൂതന്മാരാണെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട് കേട്ടോ. അങ്ങനല്ല.
ദൂതന്മാരല്ല. ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂതന്മാരാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അതല്ലെന്ന് പറയാൻ കാര്യം, കർത്താവ് തന്നെ, സദൂക്യർ വന്നിട്ട്, സ്റ്റോറി നിങ്ങൾക്കറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം കഴിച്ചു, അയാൾ മരിച്ചു, അയാളുടെ സഹോദരൻ വിവാഹം കഴിച്ചു. അന്ന് അങ്ങനെയാണല്ലോ, സഹോദരന്മാർ വിവാഹം കഴിച്ചു. അങ്ങനെ 7 പേര് ഉണ്ടായിരുന്ന 7 പേരും മരിച്ചു. പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? കർത്താവ് അതിന് മറുപടി പറഞ്ഞൊരു കാര്യമുണ്ട്. പുനരുത്ഥാനത്തിൽ അവർ വിവാഹത്തിന് കഴിക്കുന്നില്ല, അവർ ദൂതന്മാരെ പോലെ ആകും. അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല. അതായത് ദൂതന്മാർ വിവാഹം കഴിക്കത്തില്ല. അവർ വന്ന് മനുഷ്യ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പിള്ളേരുണ്ടാകുമെന്ന് പറയുന്നത് ഈ പൗരസ്ത്യ മതങ്ങളിലെ, നമ്മുടെ ഇന്ത്യയിലെ മതങ്ങളുടെയൊക്കെ ഇതാണ്. ഗന്ധർവന്മാർ വന്ന് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പിള്ളേരുണ്ടാകുന്നൊക്കെ പറയുന്നത് വേദപുസ്തകത്തിൻ്റെ ഉപദേശമല്ല. ഈ ദുരുപദേശങ്ങളൊക്കെ മാറ്റാനായിട്ട് ഞാൻ ഇതിനിടയ്ക്ക് ഓരോ കാര്യങ്ങളങ്ങ് പറയുന്നതാണ്. അത് വേദപുസ്തകത്തിൻ്റെ ഉപദേശമല്ല. കാര്യം ദൂതന്മാർ വിവാഹം കഴിക്കുന്നില്ല എന്ന് കർത്താവാണ് പറഞ്ഞത്. അവർക്ക് മക്കളും ഉണ്ടാകുന്നില്ല. അപ്പോൾ അവിടെ മല്ലന്മാരുണ്ടായെന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ഓരോ ഉദാഹരണത്തിന് പറയുന്ന ഓരോ കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിശുദ്ധ, ഇവിടെ ഈ പറയുന്ന ദൈവപുത്രന്മാരെന്ന് പറയും, ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് പറയുന്നത് ശേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആത്മികരായ ആളുകൾ. മനുഷ്യൻ്റെ പുത്രിമാരെന്ന് പറയുന്നത് കയീൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളുകൾ. ഇത്രയേ ഉള്ളൂ. കയീൻ എന്ത് ചെയ്തു? പാപം ചെയ്ത് കഴിഞ്ഞ് അവന് സഹോദരനെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതിന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കിഴക്ക് ദേശം എന്ന് പറയുന്നത് പലപ്പോഴും ദൈവസാന്നിധ്യമില്ലാത്ത സ്ഥലം എന്നുള്ള ഒരു അർത്ഥത്തിൽ വേദപുസ്തകത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും അങ്ങനല്ല എങ്കിലും, അതായത് കയീൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവർ ദൈവസാന്നിധ്യമില്ലാതെ ജീവിച്ച അവിശ്വാസികൾ എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ശേത്തിൻ്റെ മകൻ്റെ കാലഘട്ടത്തിലാണ്, എനോശിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ യഹോവയെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തോടു കൂടിയ ശേത്തിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവർ മനുഷ്യർ പെരുകി തുടങ്ങിയപ്പം, എന്നാൽ പിന്നെ പോയെന്ന് നോക്കാമെന്ന് വെച്ച് നോദ് ദേശത്ത് പോയി നോക്കിയപ്പം അവരെ സൗന്ദര്യമുള്ളവരായിട്ട് കണ്ടെന്ന്. മനുഷ്യൻ്റെ പുത്രിമാർ, അതായത് കയീൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട സ്ത്രീകൾ. അതൊക്കെ അങ്ങനെയാണല്ലോ, ഇപ്പോഴാണെങ്കിലും അങ്ങനെയാണ്. മുഖത്തെല്ലാം കളറും ഒക്കെ വാരി തേക്കുമ്പം ഭയങ്കര സൗന്ദര്യമാണെന്ന്. അവിടെ മുഖത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുഖത്ത് പെയിൻ്റ് ഒന്നുമില്ല. പെയിൻ്റ് അടിച്ച് സൗന്ദര്യം വരുത്തുന്ന ഒത്തിരി പേരുണ്ട്. അതുപോലെ സൗന്ദര്യം വരുത്തിയതായിരിക്കും ഇവർ. കണ്ട, ഓ എന്തോ ഒരു സൗന്ദര്യം. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വിശ്വാസികളുടെ അവിശ്വാസികളുടെ മക്കളെ വിവാഹം കഴിക്കുന്നത് കാര്യമായി ഇവിടെ പറയുന്നത്. വിശ്വാസികളുടെ മക്കൾ അവിടെ ചെന്ന് ദൈവത്തിൻ്റെ പുത്രന്മാർ, മനുഷ്യപുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ആദം ഹൗവയെ ദൈവം അവന് കൊടുക്കുകയാണ്. ആദമിന് ദൈവം ഹൗവയെ കൊടുത്തു. ആദം എടുത്തതല്ല, കൊടുത്തു. അപ്പോൾ ദൈവം അതിനിടയ്ക്ക് ഇടപെടുന്നുണ്ട്. ദൈവം അവർക്കൊരു യാഥാർത്ഥ്യമാണ്. അതിനുശേഷമുള്ള ദൈവത്തിൻ്റെ മക്കൾക്കെല്ലാം ദൈവമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നതിനറിയാമോ? ദൈവമൊക്കെ അവിടെ ഇരിക്കട്ടെ, ദൈവം പറയുന്നതിനെ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു സൗന്ദര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ കെട്ടും എന്ന് പറഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്തി സൗന്ദര്യം കണ്ട്, ശരീരത്തിൻ്റെ ഭംഗി കണ്ട്, ശരീരത്തിൻ്റെ രീതിയിൽ അവന് കഴിക്കാൻ, അതുകൊണ്ടാണ് പറയുന്നത് തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. അവിടെ ദൈവത്തെ അവർ കയറ്റുന്നില്ല. താഴോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ 3-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ. ഹീ ഈസ് ലിവിങ് ആസ് ഇഫ് ഹീ ഹാസ് ഓൺലി ഫ്ലഷ്. അവനൊരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ ഇടപെടുന്നു. അവൻ ഞാനുമായിട്ട്, എൻ്റെ ആത്മാവ് അവനോട് വാദിച്ചുകൊണ്ടിരിക്കുന്നില്ല. കാര്യം അവൻ ഞാൻ പറയുന്നത് കേൾക്കാനൊന്നും നിന്ന് തരുന്നില്ല. ഇതാണ് നോഹയുടെ കാലത്തിലെ ജനങ്ങളുടെ പ്രശ്നം. ദൈവം പറയുന്നത് കേൾക്കാൻ നിന്നു കൊടുക്കുന്നില്ല. കർത്താവ് പറയുക, മനുഷ്യപുത്രൻ്റെ കാലയളവിൽ അങ്ങനെ തന്നെയാകും. ദൈവം പറയുന്നത് കേൾക്കാൻ നിന്നു കൊടുക്കാത്ത ഒരു തലമുറ. ഇന്നതല്ലേ സംഭവിച്ചിരിക്കുന്നത്? പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തൊക്കെ, നമ്മുടെ കാലത്തുൾപ്പെടെ
എപ്പോഴും ഇതിനകത്തെ ദൈവഹിതം എന്താണ്, ദൈവഹിതം എന്താണ്, ദൈവഹിതം എന്താണ് എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ തലമുറയിൽ ഇതിനകത്തെ ദൈവഹിതം എന്താണെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? എടാ, പണ്ടൊരു ജോലി കിട്ടിയാൽ ആ ജോലി എടുക്കണോ വേണ്ടായോ എന്നുള്ളത് പ്രാർത്ഥിച്ച് തീരുമാനിക്കുന്നവരായിരുന്നു നമ്മുടെ പിതാക്കന്മാർ. ഒരു ജോലി കിട്ടിയാൽ ഈ ജോലി ഞാൻ സ്വീകരിക്കണോ വേണ്ടായോ എന്ന് പ്രാർത്ഥിച്ച് തീരുമാനിക്കുമായിരുന്നു. വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് വേറെ ഒന്നും അങ്ങനെയൊന്നും അത്രയൊന്നും അല്ല. അതിനപ്പുറത്ത് എന്താണ്? പ്രാർത്ഥനയാ. കർത്താവേ, നിൻ്റെ ഹിതമാണെങ്കിൽ മാത്രം, നിൻ്റെ ഹിതമാണെങ്കിൽ മാത്രം മതി കർത്താവേ, നിൻ്റെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി എന്ന് പറഞ്ഞ് നടന്ന തലമുറ. പക്ഷെ ഇന്നത്തെ തലമുറയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നോഹയുടെ കാലം പോലെ ദൈവത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഹി ഈസ് ലിവിങ് ആസ് ഇഫ് ഹി ഹാസ് ഓൺലി ഫ്ലഷ്. ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ ജീവിക്കുന്ന ഒരു തലമുറ. അതാണ് നോഹയുടെ തലമുറയുടെ പ്രത്യേകത. ഈസ് ലിവിങ് ആസ് ഇഫ് ഹി ഹാസ് ഓൺലി ഫ്ലഷ്. ഇപ്പോഴത്തെ നമ്മുടെ തലമുറ ജീവിക്കുന്നത് ഒരു നമ്മുടെ തലമുറ എന്ന് പറയുന്നത് നമ്മൾ പോലും ജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെയാണ്. അങ്ങനെ പോകുന്നതായ ഒരു തലമുറയുടെ കാലയളവിനെക്കുറിച്ച് ഓർപ്പിച്ചിട്ട് കർത്താവ് പറയാണ്, അത് നോഹയുടെ കാലം പോലെ ആകും എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവിടെ പറയുന്നത് എന്നാണെന്നറിയാം. 38 നോഹയുടെ കാലം പോലെയാകും. 37-ാമത്തെ വാക്യത്തിൽ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. അവർ ദൈവത്തെ അന്വേഷിച്ചില്ല. നോഹ പ്രസംഗിച്ചത് കേട്ടില്ല. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം വാക്യത്തിൽ നീതി പ്രസംഗിയായ നോഹയുടെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം പണിയാനാണ് കർത്താവ് നോഹയോട് പറഞ്ഞത്. പക്ഷേ ഈ നോഹ എന്ത് ചെയ്തെന്നറിയാമോ? ദീർഘവർഷങ്ങൾ പുറത്തു പോയി പ്രസംഗിച്ചു. എന്താണ്? ദൈവം പറഞ്ഞു ജലപ്രളയം വരും, രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പെട്ടകത്തിൽ കയറുക എന്ന് പറഞ്ഞ് പോയി നീതി പ്രസംഗിച്ചവനാണ് നോഹ. പക്ഷെ ഒരെണ്ണം കയറിയില്ല. അവൻ്റെ വീട്ടുകാരൊഴികെ വേറെ ഒരെണ്ണം കയറിയില്ല. അവർ പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് പ്രളയം വരുന്നത്? ഇത് മോളിൽ നിന്ന് വെള്ളം വീഴും. പിന്നെ ബോധമില്ലാത്തവൻ, ചുമ്മാ മനസ്സിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നവൻ, പിന്നെ ഇപ്പം വരാൻ പോവുക പ്രളയം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രസംഗിച്ചാലും നാട്ടുകാർ പറയുന്ന ഇതല്ലയോ, അവന് ബോധമില്ലെന്നേ, അവൻ ഭ്രാന്തനാ എന്നൊക്കെ പറയും. ശ്രദ്ധിക്കുന്നില്ല. ദൈവത്തിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കാത്ത ഒരു തലമുറ, വിശ്വാസികളുടെ തലമുറ പോലും അങ്ങനെയായിപ്പോയി. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പോലും ഒരു ചിന്തയില്ലാത്ത ഒരു തലമുറയായി വന്നിരിക്കുന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയോളം അവരറിഞ്ഞതുപോലുമില്ല. കർത്താവിൻ്റെ വരവ് നമ്മളീ പ്രസംഗിച്ച് നടക്കുമ്പോൾ കർത്താവ് വരുന്നു, അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം, പാപം വിട്ടു പിന്തിരിയണം, മാനസാന്തരപ്പെടണം എന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ അതിനെ ശ്രദ്ധിക്കാതെ നടക്കുന്നവർ ഒരു നിമിഷം കർത്താവ് വരും, അവനെ അറിയത്തുപോലുമില്ല. ഇതാ സംഭവിക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നീ പ്രസംഗിക്ക്, നീ നോഹ പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്ക്. പക്ഷേ അതിൻ്റെ അർത്ഥം എല്ലാവരും കൂടി ഇങ്ങ് വരുമെന്നൊന്നുമല്ല, എല്ലാവരും കൂടെ വരുമെന്നല്ല, വരട്ടെ, വരാൻ വേണ്ടി. അതിനാ നമ്മൾ ആഗ്രഹം അതാണ്. അവർ അതായത് ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. കർത്താവിൻ്റെ വരവ് അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു തലമുറ, വിശ്വാസികൾ പോലും അങ്ങനെ ആയിപ്പോയിരിക്കുന്നു. ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ അവരിടപെടുന്നു. ഇന്ന് തലമുറ, വിശ്വാസികൾ ഉൾപ്പെടെ, ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ എനിക്ക് ജീവിക്കണം, എൻ്റെ പിള്ളേർ പഠിക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതേ ഉള്ളൂ മനസ്സിൽ ചിന്ത, വേറെ ഒന്നുമില്ല. ജോലി കിട്ടണം, ജോലി വേണം. ആർക്കാ ജോലി വേണ്ടാത്തത്? ജോലി വേണം. പക്ഷെ വേറെ കാര്യമുണ്ട്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഇതിനിടയ്ക്ക് വല്ലതും നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? കർത്താവേ, ഇന്ന് നീ വരുമോ എന്ന് ചോദിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ ഇന്നത്തെ തലമുറയുടെ പ്രശ്നം അതാണ്. നമ്മൾ ഉൾപ്പെടെ. എന്തിനാണ് നമ്മൾ പിള്ളേരെ മാത്രം എല്ലാം കുറ്റം പറയുന്നത്? ബഹ്റിനിൽ ഞാൻ പ്രസംഗിച്ച കൂട്ടത്തിൽ നമ്മുടെ പിള്ളേർ ഞാൻ 3-4 പ്രാവശ്യം ഒന്ന് പറഞ്ഞു. ഒരു അച്ചായൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ,
എന്തിനാ നമ്മുടെ പിള്ളേരെന്ന് പറയുന്നത്? നമ്മളെന്നാ ഭേദമാണോ? സാറെന്തിനാ ഈ നമ്മുടെ പിള്ളേരെന്ന് പറയുന്നത്? നമ്മളെന്നാ ഭേദമാണോ? അപ്പോൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കും, നമ്മൾ ഭേദമാണോ? നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കുറ്റം പറയുമ്പോൾ, കുറ്റം പറയേണ്ടതിന് കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല, പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഭേദമാണോ? നമ്മളും ഇതല്ലേ? ഈ ലൗകിക കാര്യങ്ങളെല്ലാം നമുക്ക് ചിന്തയുള്ളൂ. നമ്മുടെ ജോലിയെക്കുറിച്ചും ശമ്പളത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും വീടുണ്ടാക്കുന്നതിനെക്കുറിച്ചും ഇതൊന്നും വേണ്ടെന്നൊന്നും കർത്താവ് പറഞ്ഞൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതും ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഇരിക്കുന്നതെങ്കിൽ അവനൊരു ശരീരം മാത്രം, അവൻ ജഡമല്ലോ എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ഓൾ ഹീ ഈസ് ഫ്ലഷ്. നമ്മളെക്കുറിച്ച് ആ വാചകം കർത്താവ് പറയാൻ ഇടപെടരുത്. അതുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ശരീരം മാത്രമുള്ളവനെ പോലെ ജീവിച്ച് പോയാൽ ഉണ്ടല്ലോ, ഒരു നിമിഷം കർത്താവ് വരും, നമ്മൾ ആരും അറിയത്തുപോലുമില്ല. അത് സംഭവിക്കാതിരിക്കാനാണ് ഈ ബൈബിൾ ക്ലാസ്സൊക്കെ നമ്മൾ നടത്തുന്നത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള വലിയ അഭിവാഞ്ചയോടെ നമ്മൾ ജീവിക്കേണ്ടത്. എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പീൻ. എപ്പോഴും നനയ്ക്കാത്ത നാഴികയിൽ, 44-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. അതല്ലേ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. ദൈവസഭയിൽ അതിനെക്കുറിച്ച് സംസാരമില്ല, ഭവനത്തിൽ സംസാരമില്ല. മക്കളോട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വല്ലതും പറയുന്ന എത്ര മാതാപിതാക്കളുണ്ട്? മോനെ കർത്താവ് വരും, എടാ നമ്മുടെ ജീവിതം നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാണോ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത്? എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ ഒരു സ്വയശോധന, അതിനായി ഈ ബൈബിൾ ക്ലാസ്സൊക്കെ. എന്തിനാ? ഒരു സ്വയശോധന ആവശ്യമുണ്ട്. കർത്താവ് വരുന്ന ഡേറ്റ് കണ്ടുപിടിക്കാനല്ല, അതിനുവേണ്ടി ആരും കഷ്ടപ്പെടണം. അതിനെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷേ കർത്താവ് ഏത് സമയത്ത് വേണമെങ്കിലും വരാമെങ്കിൽ, ഇന്ന് വേണമെങ്കിലും വരാം, ഇപ്പോൾ വേണമെങ്കിലും വരാം. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കേണ്ടത് അനിവാര്യമാണ്. ഐ നീഡ് ടു ബി റെഡി ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള വലിയ ഒരുക്കം നമുക്ക് ആവശ്യമുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പറ, കർത്താവേ ഇന്ന് നീ വരുമോ? കർത്താവേ, കിടക്കുമ്പോൾ പറ, ഞാൻ ഈ കിടന്നുറങ്ങുക, പക്ഷെ കർത്താവേ നീ വന്നാൽ നിൻ്റെ കൂടെ എനിക്ക് എഴുന്നേൽക്കണം. നിൻ്റെ വരവ് എപ്പോഴാ കർത്താവേ? ഞാനിപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങുക, എൻ്റെ ശരീരം ഉറങ്ങുകയാണെങ്കിലും എൻ്റെ മനസ്സ് ഉണർന്നിരിക്കുകയാണ്, നിൻ്റെ വരവിന് വേണ്ടി ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നൊന്ന് പറ. അങ്ങനെ സംസാരിക്കും കൂടെ ചെയ്യുക, അങ്ങനെ ഒന്ന് പറയുകൂടെ ചെയ്യുക. വെറുതെ ചിന്തിച്ചാൽ മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെടുത്തി പ്രാർത്ഥിക്കാനൂടെ നമ്മൾ പഠിക്കണം. ആമേൻ. കർത്താവേ വരണമേ എന്നുള്ളത് സഭായോഗത്തിന് മാത്രം പറഞ്ഞാൽ പോരാ. വൈകുന്നേരം കിടക്കുമ്പോഴും ഒന്ന് പറ, എൻ്റെ യേശുവേ നീ വരണേ. അങ്ങനെ ഒന്ന് പറ. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കം നമുക്ക് ആവശ്യമുണ്ട്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഉണർന്നിരിപ്പീൻ. ഇന്ന് രാത്രിയിൽ അവൻ്റെ വരവിന് വേണ്ടിയുള്ള വലിയൊരു ഒരുക്കം. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഡേറ്റ് ഒന്നും കണ്ടുപിടിക്കാൻ നിങ്ങൾ മെനക്കെടുകയൊന്നും വേണ്ട. അവൻ ഇന്ന് വന്നാലും അവൻ്റെ വരവിൽ എനിക്ക് എടുക്കപ്പെടണം. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യയ്ക്ക് അവൻ വിളിക്കപ്പെട്ടു, എടുക്കപ്പെട്ടു. ഒരുങ്ങിയിരുന്നവർ, ഒരുക്കമുള്ളവർ മാത്രമേ എടുക്കപ്പെടത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഒരുക്കമില്ലാത്തവർ എടുക്കപ്പെടുകയില്ല. നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരരുതേ. ലോകത്തിൽ നോഹയുടെ കാലം പോലെ ആകരുത്. ഇതിനെക്കുറിച്ച് ആലോചിക്കാതെ ഒരു ശരീരം മാത്രമേ ഉള്ളൂ, ഈ ഭൂമിയിലെ ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മനസ്സ് കൊടുക്കുന്ന ഒരു തലമുറയായത്. അതിൻ്റെ ഭാഗമാകരുതേ പ്രിയമുള്ളവരെ. നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു പ്രത്യാശ നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമുക്ക് ഒന്ന് ഒരുങ്ങാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.